എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായത് എൻ്റെ അച്ചാച്ചൻ എന്നെ വിട്ട് പോയപ്പോഴാണ്. അച്ചാച്ചൻ ലാസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയത് ഒരു ചെറിയ അസ്വസ്ഥത എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴൊന്നും വി നെവർ തോട്ട് ഹി വുഡ് ലീവ് അസ് ഫോർ എവർ. അച്ചാച്ചൻ ഞങ്ങളൊക്കെ വിട്ട് പോയിട്ട് 7 വർഷമാവാറായി. ബട്ട് സ്റ്റിൽ ഐ ഹാവ് എ വെരി സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് ഫോർ ഹിം. ഈ കഴിഞ്ഞ 7 വർഷവും ലൈഫിൽ എന്ത് നല്ല കാര്യം നടക്കുമ്പോഴും നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഇത് കാണാൻ അച്ചാച്ചനും കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്നാ. പണ്ട് തൊട്ടേ വീട്ടിൽ നമ്മൾ എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് വീട്ടിലുള്ള എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ടേ കിടക്കാറുള്ളൂ. പക്ഷെ ഇപ്പം അച്ചാച്ചൻ നമ്മുടെ ഒപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെയും രാത്രിയും അച്ചാച്ചനെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി വാസിച്ചിട്ടേ കിടക്കാറുള്ളൂ. അത് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല, അച്ചാച്ചൻ നമ്മുടെ ഒപ്പം ഉള്ള പോലത്തെ ഒരു ഫീൽ. അച്ചാച്ചൻ നമ്മളെ വിട്ട് പോണേൻ്റെ അന്ന് രാവിലെ വരെ നമ്മൾ വിചാരിച്ചത് അടുത്ത ദിവസം അച്ചാച്ചൻ വീട്ടിലേക്ക് വരുന്നതായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ അച്ചാച്ചൻ്റെ ആ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ എനിക്ക് അച്ചാച്ചനെ മീറ്റ് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഐ ഓൾവേസ് തോട്ട് ഹി വുഡ് കം ബാക്ക് ഹോം ദ നെക്സ്റ്റ് ഡേ. ബട്ട് ഹി ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. അച്ചാച്ചൻ്റെ ഒപ്പം കുഞ്ഞിലെ കുറേ ഫോട്ടോസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാൻ അങ്ങനെ ഫോട്ടോസ് ഒന്നും ഫോണിലെടുത്തിട്ടില്ല. കാരണം 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ഫോൺ കിട്ടിയാൽ ഗെയിം കളിക്കാനാണല്ലോ കൂടുതലും യൂസ് ചെയ്യുക. സോ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ഒപ്പം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് അവരോടുള്ള ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. സോ ലവ് ദം ബിഫോർ ദേ ലീവ്.